ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവകൃപയാൽ വീണ്ടും കാൽവരിനാഥൻ മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാമെന്ന ഈ സാക്ഷി പ്രോഗ്രാം, ഈ ദൈവവചന ചിന്തയും സാക്ഷ്യവും പാട്ടുകളെ കുറിച്ചുള്ള നറേഷൻസും പാട്ടുകളും ഒക്കെ കൂടിച്ചേർന്ന ഈ പ്രോഗ്രാം വീണ്ടും നടത്തുവാൻ ദൈവം കൃപ തന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ പലവിധമായ തിരക്കുകളിൽ പലപ്പോഴും പ്രോഗ്രാം നടത്താനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും ഒക്കെ നമുക്ക് ആ നിലയിൽ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് കൃപ തന്നു. ഈ ആഴ്ചയിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നാം കടന്നു വന്നിരിക്കുകയാണ്. 170ാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് രാത്രി നാം കടന്നു വന്നിരിക്കുന്നത്. വളരെ ദൈവകൃപയോടെ നാം ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ക്ലാസ്സുകളും ഗാനങ്ങളും ദൈവനാമ മഹത്വത്തിന് നിദാനമായി തീരേണ്ടതിന്, അനേകരുടെ ജീവിതത്തിന് അത് അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹീതമായ ഈ സമയത്തിനാണ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കട്ടെ. അവിടുത്തെ വചനം കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിൽ അത് പ്രവർത്തിക്കുന്നതാണ്, അവർക്ക് ആശ്വാസവും സന്തോഷവും സമാധാനവും നൽകുന്നതാണ്. അതിനാണ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും അവിടുത്തെ വചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനായിട്ട് സ്തോത്രം. അവിടുത്തെ അൻപാർന്ന കരങ്ങളിൽ അദ്ദേഹത്തെ എടുത്ത് ഉപയോഗിക്കണമേ. ദൈവകൃപയിൽ അവിടുന്ന് പൊതിയണമേ. മാനുഷികമായ വാക്കുകളല്ല, സ്വർഗീയമായ ശബ്ദം ഇന്ന് രാത്രി കേട്ട് കർത്താവെ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം. ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയ ദാസനായിട്ട് സ്തോത്രം. ദൈവകൃപയിൽ ആശ്രയിച്ച് അനുഗ്രഹീതമായ നിലയിൽ 2 ഗാനങ്ങൾ ആലപിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവിടെ ഇടയാകണം. കടന്നു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമേ, ഓൺലൈൻ കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം അവരെ അനുഗ്രഹിക്കണം. പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ ആയിരിക്കട്ടെ. ഇന്റർനെറ്റും ശബ്ദവും കാലാവസ്ഥയും എല്ലാം ഞങ്ങൾക്ക് ഇന്ന് അനുകൂലമാക്കി നൽകണം. പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ. ചില ഹൃദയങ്ങളിലേക്ക് ഇന്നത്തെ വചനം കടന്നു ചെന്നിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കും. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ ഓർപ്പിച്ചു, 170ാമത്തെ എപ്പിസോഡിലേക്കാണ് ഇന്ന് രാത്രി നാം കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ ബ്രദർ ടി എ എബ്രഹാം ഡാളസ് അവറുകൾ ഒരു സ്പെഷ്യൽ സബ്ജക്റ്റ് ആണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ മധ്യത്തിലുള്ള പ്രതികൂല പ്രയാസ കഷ്ടങ്ങളെ കുറിച്ച് കർത്താവിന്റെ ദാസൻ ഇന്ന് നമ്മോട് സംസാരിക്കും. ക്രിസ്ത്യൻ ഐഡന്റിറ്റി ക്രൈസിസ്. തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ആത്മീയ പുരോഗതിക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ദൈവകൃപയോടെ കർത്താവിന്റെ ദാസന്മാരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ വേല ചെയ്യുകയും ചെയ്യുന്ന ഒരു ദൈവദാസന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വളരെ ഒരു ഡെഡിക്കേഷൻ ഇന്ന് രാത്രിയിൽ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. അദ്ദേഹത്തിലൂടെ ദൈവത്തിന്റെ വചനം നമുക്ക് കേൾക്കുവാനിടയാകട്ടെ. കർത്താവിന്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും പ്രാർത്ഥനയോടും കൂടെ ഇന്ന് രാത്രിയിലത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ ഇന്ന് 2 ഗാനങ്ങൾ ആലപിക്കുന്നത് ബ്രദർ ഷിബു ജോസ് ഉടുമ്പിൽപേട്ട അവറുകളാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം നമുക്ക് അപരിചിതമല്ല. തീർച്ചയായിട്ടും കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയദാസനെയും എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ പ്രാർത്ഥനയോടും കൂടെ ഇന്ന് രാത്രിയിലത്തെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ അവസാനം വരെ ദൈവസന്നിധിയിലായിരിക്കാം. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കാം. കർത്താവിന്റെ ദാസനെ ഗാനങ്ങൾ ആലപിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ഒന്നാമത്തെ ഗാനം കർത്താവിന്റെ ദാസൻ മാമൻ കുര്യൻ ട്രിവാൻഡ്രം എഴുതിയ ഒരു ഗാനം, ഹല്ലേലൂയ നാം ആർത്തുപാടാം എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം. ആ ഗാനം കേട്ട് നമുക്ക് മടങ്ങി വരാം. കർത്താവിന്റെ ദാസൻ ഷിബു ജോസ് ഉടുമ്പിൽപേട്ട അവറുകളെ ഗാനം ആലപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ആർത്തുപാടാം
യേശു നല്ലവൻ എന്നെന്നും പാടാം. സ്തുതി സ്തോത്രത്തിനും ബഹുമാനത്തിനും അവൻ മാത്രം യോഗ്യനെന്ന്. സ്തുതി സ്തോത്രത്തിനും ബഹുമാനത്തിനും അവൻ മാത്രം യോഗ്യനെന്ന്. ഹല്ലേലൂയ നാം ആർത്തു പാടാം. ദൈവശത്രുക്കളായിരുന്ന നമ്മെ തൻ്റെ മിത്രങ്ങളായി തീർത്തതിനാൽ നിത്യജീവനും തന്നു സ്നേഹിച്ചതാൽ ഹല്ലേലൂയ നാം ആർത്തു പാടാം. ദൈവശത്രുക്കളായിരുന്ന നമ്മെ തൻ്റെ മിത്രങ്ങളായി തീർത്തതിനാൽ നിത്യജീവനും തന്നു സ്നേഹിച്ചതാൽ ഹല്ലേലൂയ നാം ആർത്തു പാടാം. ഹല്ലേലൂയ നാം ആർത്തു പാടാം. ഹല്ലേലൂയ നാം ആർത്തു പാടാം. യേശു നല്ലവൻ എന്നെന്നും പാടാം. സ്തുതി സ്തോത്രത്തിനും ബഹുമാനത്തിനും അവൻ മാത്രം യോഗ്യനെന്ന്. സ്തുതി സ്തോത്രത്തിനും ബഹുമാനത്തിനും അവൻ മാത്രം യോഗ്യനെന്ന്. ഹല്ലേലൂയ നാം ആർത്തു പാടാം. പാപശാപമെല്ലാം അകറ്റി ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചും ഓരോ നാളും നമ്മെ വഴി നടത്തുന്നതാൽ ഹല്ലേലൂയ നാം ആർത്തു പാടാം. പാപശാപമെല്ലാം അകറ്റി ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചും ഓരോ നാളും നമ്മെ വഴി നടത്തുന്നതാൽ ഹല്ലേലൂയ നാം ആർത്തു പാടാം. ഹല്ലേലൂയ നാം ആർത്തു പാടാം. ഹല്ലേലൂയ നാം ആർത്തു പാടാം. യേശു നല്ലവൻ എന്നെന്നും പാടാം. സ്തുതി സ്തോത്രത്തിനും ബഹുമാനത്തിനും അവൻ മാത്രം യോഗ്യനെന്ന്. സ്തുതി സ്തോത്രത്തിനും ബഹുമാനത്തിനും അവൻ മാത്രം യോഗ്യനെന്ന്. ഹല്ലേലൂയ നാം ആർത്തു പാടാം. കാട്ടൊലിവായിരുന്ന നമ്മെ നല്ലൊലിവോട് ചേർത്തതിനാൽ നൽഫലങ്ങളും തന്നു നടത്തുന്നതാൽ ഹല്ലേലൂയ നാം ആർത്തു പാടാം. കാട്ടൊലിവായിരുന്ന നമ്മെ നല്ലൊലിവോട് ചേർത്തതിനാൽ നൽഫലങ്ങളും തന്നു നടത്തുന്നതാൽ ഹല്ലേലൂയ നാം ആർത്തു പാടാം. ഹല്ലേലൂയ നാം ആർത്തു പാടാം. ഹല്ലേലൂയ നാം
ആർത്തു പാടാം. യേശു നല്ലവൻ എന്നെന്നും പാടാം. സ്തുതി സ്തോത്രത്തിനും ബഹുമാനത്തിനും അവൻ മാത്രം യോഗ്യനെന്ന്. സ്തുതി സ്തോത്രത്തിനും ബഹുമാനത്തിനും അവൻ മാത്രം യോഗ്യനെന്ന്. ഹല്ലേലൂയ നാം ആർത്തു പാടാം. താങ്ക് യു ഷിബു ബ്രദർ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം. കർത്താവിന്റെ ദാസൻ മാംഗ്രീൻ ട്രിവാൻഡ്രം എഴുതിയ വളരെ അനുഗ്രഹീതമായ നമ്മുടെ ദൈവത്തെ സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന ഒരു ഗാനം. നമ്മുടെ കർത്താവിന്റെ രണ്ടാം വരവിനെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ഗാനം കൂടെ കേട്ട് നമുക്ക് പ്രോഗ്രാം നമ്മുടെ ദൈവവചന ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. പ്രാണപ്രിയൻ എഴുന്നള്ളാറായി, നമ്മുടെ കർത്താവ് വേഗം വരുന്നു എന്ന ആശയത്തെ ചൂണ്ടിക്കാണിക്കുന്ന വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം. കർത്താവിന്റെ ദാസനെ ആ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. പ്രാണപ്രിയൻ എഴുന്നള്ളാറാ, വിണ്ണിൽ നമ്മൾ ചേർന്നിടാറാ. മണ്ണിൽ മറഞ്ഞതാമേശുവിൻ ഭക്തഗണം വിൺമയദേഹമണിയാറാ. പ്രാണപ്രിയൻ എഴുന്നള്ളാറാ, വിണ്ണിൽ നമ്മൾ ചേർന്നിടാറാ. മണ്ണിൽ മറഞ്ഞതാമേശുവിൻ ഭക്തഗണം വിൺമയദേഹമണിയാറാ. ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുന്ന നിമിഷമേതെന്നറിയായികയാൽ ഉണർന്നിരിക്കാം, ദീപം തെളിക്കാം. പ്രിയനെ നമ്മൾ എതിരേൽപ്പാൻ ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുന്ന നിമിഷമേതെന്നറിയായികയാൽ ഉണർന്നിരിക്കാം, ദീപം തെളിക്കാം. പ്രിയനെ നമ്മൾ എതിരേൽപ്പാൻ പ്രാണപ്രിയൻ എഴുന്നള്ളാറായി, വിണ്ണിൽ നമ്മൾ ചേർന്നിടാറായി. മണ്ണിൽ മറഞ്ഞതാമേശുവിൻ ഭക്തഗണം വിൺമയദേഹമണിയാറാ. മറുവിടത്തിൽ യേശുവിനായി മരണം വരെ പൊരുതിയോർക്കായി വരുന്നു പ്രിയൻ മഹിമയോടെ. പ്രതിഫലങ്ങൾ നൽകിടാനായി മറുവിടത്തിൽ യേശുവിനായി മരണം വരെ പൊരുതിയോർക്കായി വരുന്നു പ്രിയൻ മഹിമയോടെ. പ്രതിഫലങ്ങൾ നൽകിടാനായി പ്രാണപ്രിയൻ എഴുന്നള്ളാറായി, വിണ്ണിൽ നമ്മൾ ചേർന്നിടാറായി. മണ്ണിൽ മറഞ്ഞതാമേശുവിൻ ഭക്തഗണം വിൺമയദേഹമണിയാറാ.
സ്വർപുരിയിൽ പ്രിയനരികിൽ സ്വന്തജനം ചേരുമൊരു നാൾ. വീണകളില്ല, മരണമില്ല, വിസ്മയ നാടാം ഹല്ലേലൂയാ. സ്വർപുരിയിൽ പ്രിയനരികിൽ സ്വന്തജനം ചേരുമൊരു നാൾ. വീണകളില്ല, മരണമില്ല, വിസ്മയ നാടാം ഹല്ലേലൂയാ. പ്രാണപ്രിയൻ എഴുന്നള്ളാറാ, വിണ്ണിൽ നമ്മൾ ചേർന്നിടാറായി. മണ്ണിൽ മറഞ്ഞതാമേശുവിൻ ഭക്തഗണം വിൺമയദേഹമണിയാറാ. പ്രാണപ്രിയൻ എഴുന്നള്ളാറാ, വിണ്ണിൽ നമ്മൾ ചേർന്നിടാറായി. മണ്ണിൽ മറഞ്ഞതാമേശുവിൻ ഭക്തഗണം വിൺമയദേഹം അണിയാറാ. താങ്ക് യു. താങ്ക് യു ഷിബു ജോസ് ബ്രദർ. വളരെ അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി. നമ്മുടെ കർത്താവ് വരാറായി, നാം ഒരുങ്ങിയിരിക്കണം. നമുക്കറിയാം, ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ, നമ്മുടെ കണ്ണിന് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഭയാനകരമായ വിഷയങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ ഒരു ദൈവ പൈതലിന് പറയാൻ കഴിയുന്നത്, ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് കർത്താവ് തന്റെ മക്കളെ ചേർക്കാൻ മടങ്ങി വരും. അതാണ് ഏറ്റവും വലിയ പ്രത്യാശ. ഇത് രാത്രി ആ പ്രത്യാശയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യാശയുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്ത്യൻ ഐഡന്റിറ്റി ക്രൈസിസ്, ക്രിസ്തീയ വ്യക്തിത്വ പ്രതിസന്ധികൾ, വ്യക്തി ജീവിതങ്ങളിലെ പ്രതിസന്ധികൾ. ഇന്ന് രാത്രി ഈ വിഷയത്തെക്കുറിച്ച് കർത്താവിന്റെ ദാസൻ ടി.കെ. എബ്രഹാം ഡാളസ് അവറുകൾ നമ്മോട് സംസാരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. ദൈവവചനം ഈ വിഷയത്തെ പറ്റി എന്താണ് സംസാരിക്കുന്നത്? എല്ലാ പ്രാർത്ഥനയോടും ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ അടുത്ത സമയം കർത്താവിന്റെ ദാസനെ വചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കും. മഹത്വമുണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ പ്രിയപ്പെട്ട നിങ്ങളോട് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് ചില സത്യങ്ങൾ പങ്കിടുവാൻ തക്കവണ്ണം കർത്താവ് തരുന്ന ഈ അസുലഭ സന്ദർഭത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും കൊണ്ട് നിറഞ്ഞ കാലഘട്ടങ്ങളിലാണ് നാം ജീവിക്കുന്നത്. അതിന്റെ മധ്യത്തിൽ സകല ബുദ്ധിയും കവിയുന്ന സമാധാനം നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. യുദ്ധത്തെക്കുറിച്ചും യുദ്ധശ്രുതിയെക്കുറിച്ചുമുള്ള വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. തൽഫലമായിട്ട് അനേക ഹൃദയങ്ങൾ ചഞ്ചലപ്പെടുന്ന ഒരു വേളയാണല്ലോ ഇത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലും മറ്റുമുള്ള നമ്മുടെ പ്രിയ സഹോദരന്മാരെയും സഹോദരിമാരെയും ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 18 വാക്യങ്ങളാണ്. ആ വാക്യങ്ങളിൽ നിന്ന് ക്രിസ്ത്യൻ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ചുറ്റും നാം ഒന്ന് വീക്ഷിക്കുന്ന പക്ഷം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന സഭകൾ കൂണ് മുളയ്ക്കുന്നത് പോലെ മുളച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും പുതിയ പുതിയ സഭകൾ ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ അനേക പ്രിയപ്പെട്ടവർ സഭകൾ വിട്ടുപോകുന്ന ദുഃഖകരമായ കാഴ്ചയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നാം ആരാകുന്നു എന്നുള്ള ആ ബോധം, ഒരു ആ അറിവ് നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ആ ബന്ധത്തിലാണ് ഈ സബ്ജക്റ്റ് ഞാൻ തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ ദിവസം സന്തോഷനെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് സംസാരിക്കേണ്ടത്, ധാരാളം വിഷയങ്ങളുണ്ട് സംസാരിക്കുവാൻ. എന്നാൽ നമുക്ക് ആവശ്യമായ ഒരു സന്ദേശം നിങ്ങളുമായിട്ട് പങ്കിടാമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. സാധാരണ നാം കേൾക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ചില ചിന്തകൾ ഈ നാളുകളിൽ പല സ്ഥലങ്ങളിലും ഷെയർ ചെയ്യുവാനായിട്ടുള്ള ഒരു നിർബന്ധം, അതിനുള്ള ഒരു പ്രത്യേകമായ നടത്തിപ്പ് ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. ആ നിലയിൽ ഈ വിഷയം കൈകാര്യം ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ക്രിസ്ത്യൻ ഐഡന്റിറ്റി ക്രൈസിസ്. ഈ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത് മനുഷ്യനോളം തന്നെ പഴക്കമുള്ള ഒരു വിഷയമാണ്. ഞാൻ ആരാകുന്നു, ഞാൻ ഹു ആം ഐ,
വൈ ആം ഐ ഹിയർ, വേർ ആം ഐ ഗോയിങ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആദ്യകാലം മുതൽ തന്നെ മനുഷ്യഹൃദയങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതിന് ഉത്തരം കണ്ടുപിടിക്കേണ്ടതിനായിട്ട് ഫിലോസഫേഴ്സ് ഒക്കെ പല പരിശ്രമങ്ങളും ചെയ്തു. അതിന് ഫലമായിട്ട് പല ഐഡിയാസും ഉണ്ടായി വന്നിട്ടുണ്ട്. അങ്ങനെ അനേകം മതങ്ങളും ആശയങ്ങളും നമ്മുടെ മധ്യത്തിലൊക്കെ പടരുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ അതിനുള്ള ഉത്തരം എവിടെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഞാൻ ആരാകുന്നു, ഞാൻ ഹുവാമായി, അതുപോലെ തന്നെ വയ്യമാഹിയർ, ഞാൻ ഈ ഭൂമിയിൽ എന്നെ ആക്കി വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താകുന്നു, അതുപോലെ തന്നെ എന്റെ വേർ ആം ഐ ഗോയിങ് ടു സ്പെൻഡ് മൈ ഇറ്റേണിറ്റി, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ എന്റെ നിത്യത ഞാൻ എവിടെ കഴിക്കും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയും നാം സ്വാഭാവികമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ യുവതലമുറയെ സംബന്ധിച്ച് നാം ചിന്തിക്കുന്ന പക്ഷം ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആയതിനാൽ ആ നിലയിൽ ചില ചിന്തകൾ പങ്കിടാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നാം അറിയുന്നത് പോലെ ഏതാണ്ട് 1960s ഹിപ്പി മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ആരംഭിച്ചത്. അതിന്റെ പിൻപിൽ ഉണ്ടായിരുന്ന ആശയം എന്തായിരുന്നു? എന്തുകൊണ്ട് ആ യൂണിവേഴ്സിറ്റികളിൽ യുവാക്കന്മാർ, യുവതികൾ ആ ആശയത്തിന് അടിമകളായി തീർന്നു എന്നുള്ളത് പലർക്കും അറിയാൻ പാടില്ല. അതിന്റെ പ്രധാനമായ കാരണം, മനുഷ്യൻ വെറും ഭൗതികവാദികളായി തീർന്ന് താൽക്കാലിക സുഖത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പ്രവണത ജനഹൃദയങ്ങളിലേക്ക് കടന്നു വരികയും അതിനോടൊരു വിരക്തി അനേകർക്കുണ്ടാകുകയും ചെയ്തതിന്റെ ഫലമായിട്ട് നമുക്കൊരു യുവതലമുറ തന്നെ ഏകദേശം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലേക്ക് ആയിത്തീർന്നു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലാണല്ലോ ഹിപ്പി മൂവ്മെന്റ് ആരംഭിച്ചത്. അത് പിന്നെ കാനഡയിലേക്കും ഇംഗ്ലണ്ടിലേക്കും UK ഒക്കെ സ്പ്രെഡ് ചെയ്തു. അത് ലോകവ്യാപകമായിട്ട് തീ പടരുന്ന പോലെ ഒരു ആശയമായിട്ട് തീർന്നു. അതിന്റെ പിൻപിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണം ഐഡന്റിറ്റി ക്രൈസിസ് ആയിരുന്നു. നാം ആരാകുന്നു എന്നുള്ള ബോധം മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. എന്നാൽ ആ കാലത്തും ദൈവം ആ തലമുറയെ കൈവിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. കാൽവറി ചാപ്പൽ മൂവ്മെന്റ് എന്നൊക്കെ ഉള്ള ആ പ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ചക്ക് സ്മിത്ത് എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ദാസന് ആ പ്രത്യേകമായ കാലഘട്ടത്തിൽ ഒരു ദിവ്യമായ പ്രകാശനം ഈ വിഷയത്തെക്കുറിച്ച് ലഭിക്കുകയും അങ്ങനെയുള്ളവരുടെ മധ്യത്തിലേക്ക് താൻ കടന്നു ചെന്നിട്ട് പ്രവർത്തിച്ചതിന് ഫലമായിട്ട് ആയിരങ്ങൾ, പതിനായിരങ്ങൾ കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ മുഖാന്തരമായി തീർന്നു. ഇന്ന് കാൽവറി ചാപ്പൽ എന്ന് പറയുന്ന ആ ചാപ്പൽ ലോകവ്യാപകമായിട്ട് തീർന്നിരിക്കുകയാണ്. അതൊക്കെ ഞാൻ അങ്ങനെയുള്ള ചർച്ചകളിലൊക്കെ ഞാൻ പോകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അവിടെ അവരുടെ സന്തോഷവും അവരുടെ എക്സൈറ്റ്മെന്റും സീലൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്തുകൊണ്ടെന്നാൽ ഒരു മടങ്ങിവരവിന്റെ ആവശ്യം അവർക്കുണ്ട് എന്നുള്ള ബോധം ജനഹൃദയങ്ങളിൽ ഉണ്ടാകുകയും തൽഫലമായിട്ട് ആ നിലയിൽ ഒരു ആത്മീക ഒരു ഉദ്ധാരണം അല്ലെങ്കിൽ ഒരു റിവൈവൽ ആ ജനത്തിന്റെ മധ്യത്തിൽ ഉണ്ടാകുവാൻ അത് കാരണമായി തീർന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ നാം ആരാകുന്നു എന്നുള്ള വളരെ വ്യക്തമായ ആശയങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നിലയിൽ അതായത് പൗലോസിന് ഈ ബന്ധത്തിൽ എന്ത് പറയാൻ സാധിക്കും എന്നുള്ള ചോദ്യം എന്റെ മനസ്സിലേക്ക് കടന്നു വരികയും ഞാൻ ഫിലിപ്പി ലേഖനം ഒന്ന് വായിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ പല ചിന്തകളും എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ചുരുക്കമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടാം എന്ന് ആഗ്രഹിക്കുകയാണ്. അതായത് ഫസ്റ്റ് പേഴ്സണിലാണ് ആ കാര്യങ്ങളൊക്കെ പൗലോസ് പറഞ്ഞു. ഞാൻ എങ്ങനെ എന്നിങ്ങനെയുള്ള ഫസ്റ്റ് പേഴ്സണിൽ താൻ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് മാത്രമാണ് ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മുൻപായിട്ട് ഫിലിപ്പി ലേഖനത്തെ കുറിച്ച് 2 വാക്ക് പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹൃദയത്തിന്റെ ലേഖനം, സന്തോഷത്തിന്റെ ലേഖനം എന്നൊക്കെയുള്ള വിശേഷണമാണ് ഫിലിപ്പി ലേഖനത്തിന് നൽകിയിട്ടുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെറും 104 വാക്യങ്ങളുള്ള ഈ 4 അധ്യായങ്ങളുള്ള ഈ കൊച്ചു ലേഖനത്തിൽ സന്തോഷം അല്ലെങ്കിൽ ഗ്ലാഡ്നസ്, ജോയ് എന്നുള്ള വാക്ക് തന്നെ 18-ലധികം പ്രാവശ്യം ഉദ്ധരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സന്തോഷം, ഹൃദയത്തിന്റെ ലേഖനം, സന്തോഷത്തിന്റെ ലേഖനം എന്നിങ്ങനെ ഈ ലേഖനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കൊക്കെ ആവശ്യമുള്ള ഒരു ലേഖനമായിട്ടാണ് ഇതിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എന്താണ് പൗലോസിന്റെ ജീവിതത്തിൽ ഇത്രമാത്രം സന്തോഷം ഉണ്ടാകുവാനും മറ്റുള്ളവർ സന്തോഷിക്കണമെന്ന് ആഹ്വാനം ചെയ്യുവാനോ തന്നെ നിർബന്ധിച്ച് എന്നുള്ളതിന്റെ കാരണം താൻ ആരാകുന്നു എന്നുള്ള ബോധം പൗലോസിനെ ഉണ്ടായിരുന്നു. ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആ ബോധം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നാം ആരാകുന്നു എന്നുള്ള ആ ബോധം
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആവശ്യമായ ഒരു സത്യമായിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് അനേകരും ആ കാര്യത്തിൽ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ദുഃഖസത്യം മാത്രമാണ്. ഞാന് ജോലി ചെയ്തിരുന്ന കാലത്ത് എൻ്റെ ഒരു സ്നേഹിതനോട് ചോദിച്ചു, അദ്ദേഹം ഒരു മെഗാ ചർച്ചിലാണെന്ന് പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ എന്താണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ചർച്ച് എന്താണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ച വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഈ സ്നേഹിതനോട് ചോദിച്ചു, താങ്കളും ചർച്ചും എന്താണ് വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരേ കാര്യം തന്നെയാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ നിലയിൽ എക്സ്ക്യൂസസ് പറഞ്ഞ് ഒഴി പറഞ്ഞ് മുൻപോട്ട് പോകുന്ന അനേകരെ ഈ നാളുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താണ് അവർ വിശ്വസിക്കുന്നത്, ആരെയാണ് അവർ വിശ്വസിക്കുന്നത്, എന്തിനു വേണ്ടി അവർ ജീവിക്കുന്നു, അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താകുന്നു എന്നിങ്ങനെ കാര്യങ്ങളിൽ മനുഷ്യൻ ഒരു വിവരമില്ലാതെ വെറും താൽക്കാലികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പ്രവണത നമുക്ക് ഇന്നിവിടെയും കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ആ അവസ്ഥയിലേക്ക് നാം ഒരിക്കലും ആയിത്തീരാനായിട്ട് പാടുള്ളതല്ല. ഫിലിപ്പി ലേഖനത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ അനേക സത്യങ്ങൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രമാണങ്ങൾ എന്താകുന്നു എന്ന് 1-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അതിന്റെ 1-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ് പറയുകയാണ്, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്ന ലാഭം. ക്രിസ്തീയ ജീവിതത്തിന്റെ സാരസത്യം എന്ന് പറയുന്നത്, അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ആശയം എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ക്രിസ്തുവിന് വേണ്ടി മരിക്കുക എന്നുള്ളതാണ്. ആ സത്യമാണ് അത് 1-ാം അധ്യായത്തിൽ ഊന്നി പറയുന്നത്. 2-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ ഇത് പാറ്റേൺ ഓഫ് ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ച് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എനിക്ക് അനുകരണയോഗ്യനായ ഒരു പുരുഷനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ക്രിസ്തു, പിന്നെ ആ ക്രിസ്തുവിന്റെ ഭാവം ഉള്ളവനായി ഞാൻ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ആഗ്രഹം അവിടെ പൗലോസ് എടുത്ത് കാട്ടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ 3-ാം അധ്യായത്തിലേക്ക്, ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നത്, കാരണം എന്റെ പ്രൈസ്, എന്റെ ലക്ഷ്യം എന്താകുന്നു എന്നുള്ളതാണ്, എന്റെ ജീവിതത്തിന്റെ ഗോൾ എന്താകുന്നു എന്നുള്ള കാര്യമാണ് പൗലോസ് അവിടെ പറയും. എനിക്ക് ക്രിസ്തുവിനെ പോലെയാകണം, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിക്കണം, പുനരുത്ഥാന ശക്തിയുടെ അനുഭവം ഉള്ളവനായിട്ട് എനിക്ക് ജീവിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ പൗലോസ് പറയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നത് ഇതൊക്കെ എങ്ങനെ സാധിക്കുമെന്നുള്ളതിന് ഉത്തരവാണ്, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ ഇതിനൊക്കെയും മതിയായവൻ ആകുന്നുവെന്ന്. അതായത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ രഹസ്യങ്ങൾ ഇവിടെ കാണുവാനായിട്ട്, അതിന്റെ പ്രമാണം, അതിന്റെ പാറ്റേൺ, അതിന്റെ പ്രൈസ് അല്ലെങ്കിൽ അതിന്റെ ഗോൾ, അതിന്റെ പവർ, അതിന്റെ ശക്തി എന്നിത്യാദി കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ ലേഖനത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാം ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ലേഖനത്തിൽ പൗലോസ് തന്റെ ഹൃദയം പകരുന്നതായിട്ട് ഇന്റൻസ്ലി പേഴ്സണലാണ്. ലേഖനത്തിലെ ഓരോ സെന്റൻസസും നമ്മൾ വായിക്കുമ്പോൾ, ഓരോ വാക്യങ്ങളും നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ തന്റെ ഹൃദയം അവിടെയുള്ള ഫിലിപ്പിയിലുള്ള വിശ്വാസികളുമായിട്ട് താൻ പകരുകയാണ്. ഒരു താങ്ക് യു ലെറ്റർ ആയിട്ടാണല്ലോ ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. എന്നാൽ ആ ലേഖനത്തിൽ ആദ്യോടെന്നാ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുന്നത് പൗലോസിന്റെ ആ സ്നേഹവായ്പ, അവരെ കുറിച്ച് ഇത് എൻഡിയർമെന്റ്, എത്രമാത്രം ഫിലിപ്പിയിലെ വിശ്വാസികളെ താൻ സ്നേഹിച്ചിരുന്നു, കരുതിയിരുന്നു എന്നുള്ള കാര്യം അവിടെ നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ പ്രാരംഭമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഇനി പൗലോസിനോട് ചോദിക്കാം, പൗലോസ് നിനക്ക് എന്താണ് നിന്നെക്കുറിച്ച് ഉള്ള അറിവ്, നീ ആരാകുന്നു, നിനക്ക് എന്താണ് നിന്നെക്കുറിച്ച് പറയുവാനായിട്ടുള്ളത് എന്ന് നാം ഒരു ചോദ്യം പൗലോസിനോട് ചോദിക്കുന്ന പക്ഷം 1-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ തന്നെ അവിടെ പറയുന്ന കാര്യം, 1-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞാൻ ക്രിസ്തുയേശുവിന്റെ ദാസനാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്താവനയാണെന്നറിയാം. പൗലോസിന്റെ ലേഖനങ്ങളും എഴുത്തുകളൊക്കെ വായിക്കുമ്പോൾ അവിടെ വളരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് താൻ എഴുതിയിട്ടുള്ളത്. മറ്റുള്ള ലേഖനങ്ങളൊക്കെ യേശുക്രിസ്തു എന്നാണ് പല പറയുന്നത്. എന്നാൽ ഇവിടെ പൗലോസ് പറയുന്നത് ക്രിസ്തുയേശു, ക്രിസ്റ്റോസ് എന്നല്ലെങ്കിൽ ക്രൈസ്റ്റ് എന്നുള്ള ആശയം ആശയം ഡീറ്റി ഓഫ് ദ ലോർഡ്, അഭിഷിക്തൻ എന്നുള്ള ആശയമാണ്.
ദൈവത്തിന്റെ അഭിഷിക്തനായുള്ള ഉള്ളവൻ എന്നുള്ള ആശയമാണ്. അപ്പോൾ ദമസ്കോസിലേക്കുള്ള ആ യാത്രാ മധ്യേ ക്രിസ്തുവിനാൽ അവൻ പിടിക്കപ്പെട്ടവനാണ്. ക്രിസ്തുവിനോടുള്ള ആ ഭയഭക്തിയും ക്രിസ്തുവിനോടുള്ള സ്നേഹവായ്പും അവനിൽ വർദ്ധിച്ചുകൊണ്ടേ ഇരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു എന്നാണല്ലോ 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ വായിക്കുന്നത്. ക്രിസ്തുവിനെ കൊണ്ട് നിറഞ്ഞൊരു ഹൃദയം പൗലോസിനുണ്ടായിരുന്നു. ഇവിടെ പൗലോസ് പറയുന്ന കാര്യം, ഞാൻ ക്രിസ്തു യേശുവിന്റെ ദാസൻ, അടിമദാസനാകുന്നു എന്നാണ്. ഇതാരും ദാസന്മാരായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ല. നമ്മളെല്ലാവരും യജമാനന്മാരായിട്ട് ലീഡർഷിപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ കർത്താവിന്റെ അരുമ ശിഷ്യന്മാർ പോലും 3-3.5 വർഷക്കാലം തന്നോടുകൂടെ സഞ്ചരിച്ചിരുന്ന ആ ശിഷ്യന്മാർ പോലും ആഗ്രഹിച്ചെന്താണ്? കർത്താവിനോടുകൂടി സിംഹാസനത്തിൽ ഇരിക്കണമെന്നായിരുന്നു. അവസാന കാലം വരെയും അവരുടെ ചിന്താഗതി എത്ര വ്യത്യസ്തമായിരുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അതിൽ അഭിമാനം കൊള്ളുന്ന, ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസനാകുന്നു എന്ന് പറയുവാൻ ഒരു ലജ്ജയും ഇല്ലാത്ത ഒരു ഭക്തനെ കുറിച്ച് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിലും ആ ഒരു മനോഭാവം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യം. ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസനാണ്. യേശുക്രിസ്തുവിന്റെ ദാസൻ എന്ന് പറയുമ്പോൾ അടിമദാസൻ എന്നുള്ള ആശയമാണ് അവിടെയുള്ളത്. പുറപ്പാട് ദിവസം 21-ാം അധ്യായത്തിൽ ഒരു അടിമദാസന്റെ യോഗ്യതകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ടുള്ള ആശയം, അതായത് പൗലോസിന് താൻ വില കൊടുത്ത് വാങ്ങപ്പെട്ടവനാകുന്നു എന്നുള്ള, അതേപോലെ തന്നെ അവൻ ക്രിസ്തുവിന്റെ ദാസനാണ്, സ്വത്താകുന്നു എന്നുള്ള ആ ബോധം രൂഢമൂലമായിട്ട് പൗലോസിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഉണ്ടാക്കേണ്ട ഒരു മനോഭാവമാണത്. ഞാൻ ക്രിസ്തുവിന്റെ വകയാണ്, ഞാൻ ക്രിസ്തുവിന്റെ സ്വത്താണ്, ഞാൻ ക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്, ഞാൻ ക്രിസ്തുവിന്റെ വകയാകുന്നു എന്നുള്ള ബോധത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഇടയാകേണ്ടതാണ്. രണ്ടാമതായിട്ട് അതുകൊണ്ടുള്ള ആശയം പൗലോസിന് പറയാനുള്ള, ഞാൻ ഈ യജമാനനെ സേവിക്കുവാനായിട്ട് വിധേയപ്പെട്ടവനാണ്, അതെങ്കിൽ ഇതിനായിട്ട് കടപ്പെട്ടവനാകുന്നു എന്നുള്ള ആ ബോധം തന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. യജമാനോടുള്ള സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട ഒരു ഹൃദയം യജമാനെ സ്നേഹിപ്പാനും സേവിപ്പാനും അവനെക്കുറിച്ച് ആഘോഷിപ്പാനും തക്കവണ്ണം പൗലോസിനെ പ്രേരിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പൗലോസ് പറയുകയാണ്, എനിക്ക് എന്നെ കുറിച്ച് പറയുവാനായിട്ടുള്ള ഇതാണ്. നമ്മുടെ ഐഡന്റിറ്റി എന്താകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവുമായിട്ടുള്ള നമ്മുടെ ഏകീഭാവം, നമ്മുടെ യൂണിറ്റിയാണ് നമ്മുടെ ഐഡന്റിറ്റി. കർത്താവിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട ഒരു ഐഡന്റിറ്റി നമ്മൾക്കില്ല. അത് നമുക്കറിയാമല്ലോ. ശിഷ്യന്മാരെ കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നത്, അതായത് ഡിസൈപ്പിൾസ്, അന്ത്യോക്യയിൽ വെച്ചാണല്ലോ ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്നുള്ള പേർ ലഭിച്ചത്. എന്താണ് ആ പേരിന്റെ ആശയം? ദ ക്രൈസ്റ്റ് വൺസ് എന്നാണ് അതിന്റെ ആശയം. ക്രിസ്തുവിന്റെ വക, ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എന്നുള്ള ആശയമാണ് അവിടെ നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്കത് പ്രവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ അത് കാണുവാനായിട്ട് സാധിക്കും. ഡിസൈപ്പിൾ എന്നുള്ള വാക്ക് ഏതാണ്ട് 269 പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിസ്തുവിനെ, ഗുരുവിനെ അനുഗമിക്കുന്നവർ എന്നുള്ള ആശയമാണത്. ഗുരുവിനെ നിന്ന് പഠിക്കുന്നവർ, ഗുരുവിനെ അനുഗമിക്കുന്നവർ, ഗുരുവിന്റെ സേവ ചെയ്യുന്നവർ എന്നുള്ള ആശയമാണ് ഡിസൈപ്പിൾ എന്നുള്ള വാക്കിനുള്ളത്. അത് ഏതാണ്ട് 269 പ്രാവശ്യം പുതിയ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ 3 പ്രാവശ്യം മാത്രമേ ക്രിസ്ത്യാനി എന്നുള്ള പേര് നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ. ഒന്ന് പ്രവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലാണ്. രണ്ടാമതായിട്ട് നാം വായിക്കുന്നത്, അതായത് പ്രവർത്തന പുസ്തകം 26-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതായത് അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് അവിടെ നിന്നുകൊണ്ട് അതായത് തന്റെ വിശ്വാസത്തെ കുറിച്ച് സാക്ഷിക്കുകയും അവനെ വിശ്വാസത്തിലേക്ക് വരുവാൻ കൊണ്ടും പെർസ്വേഡ് ചെയ്യുകയും ചെയ്ത സന്ദർഭത്തിൽ, നീ അല്പം കൊണ്ട് എന്നെ ക്രിസ്ത്യാനിയാകുവാനായിട്ട് പെർസ്വേഡ് ചെയ്യുന്നു എന്നുള്ള ഒരു പ്രസ്താവന അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രവർത്തന പുസ്തകം 26-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ. അതായത് അതിന്റെ ആശയം, ക്രിസ്തുവിനിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്ന ആ പ്രക്രിയ, ആ ശുശ്രൂഷയിൽ ബദ്ധശ്രദ്ധനായിരുന്നു പൗലോസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 പത്രോസിലെ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ക്രിസ്ത്യാനിയെ കുറിച്ച് അവിടെ പറയുന്നത്, അതായത് തിന്മ ചെയ്ത് കഷ്ടം സഹിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായിട്ടല്ല, നന്മ ചെയ്ത് ദൈവത്താൽ ശ്ലാഘിക്കപ്പെടുന്ന
അതായത് ദൈവത്താൽ അഭിനന്ദനം കൈക്കൊള്ളുന്ന, സ്വീകരിക്കുന്ന ഒരു ദൈവഭക്തനായിട്ട്, ഒരു ക്രിസ്തു ശിഷ്യനായിട്ടാണ് അവിടെ അവിടെ ക്രിസ്ത്യാനിയെ കുറിച്ചുള്ള സൂചന പത്രോസ് നൽകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ പൗലോസിന് വളരെ ഉറപ്പേറിയ വിശ്വാസമുണ്ട്. താൻ ഒരു ക്രിസ്തുവിന്റെ ദാസനാണ്, താൻ ഒരു ക്രിസ്തു ശിഷ്യനാണ്. ആ കാര്യത്തിൽ അശേഷം തനിക്ക് ലജ്ജ ഉണ്ടായിരുന്നില്ല. ആ ബോധം നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മറ്റൊരു കാര്യം എന്തെന്ന് ഓർത്തിരിക്കേണ്ടത്, ഒരു ദാസൻ എന്റെ വലിയ കോൺഫിഡൻസ് എന്തെന്ന് ചോദിച്ചാൽ അവൻ യജമാനനാൽ സംരക്ഷിക്കപ്പെടുന്നവനാണ്. യജമാനനാൽ സംരക്ഷിക്കപ്പെടുന്നവൻ. ഞാന് അനേക വർഷങ്ങൾ എയർഫോഴ്സിൽ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ ജോലിയുള്ള ബന്ധത്തിലായിരുന്ന കാലങ്ങളിൽ എന്റെ ആഹാരത്തെക്കുറിച്ചോ, എന്റെ ഫുഡിനെ, എന്റെ ഷെൽട്ടറിനെ കുറിച്ചോ, എന്റെ ഡ്രസ്സിനെ കുറിച്ചോ ഒന്നും ഞാൻ വിചാരപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തോളൂ. എന്റെ ഒരേ ഒരു ഉത്തരവാദിത്വം ഗവൺമെന്റിനെ സേവിക്കുക. ഞങ്ങളുടെ പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യൻ പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കുക, അതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ പോലെ വിശ്വാസികളായ ക്രിസ്തുവിന്റെ ദാസന്മാരായിട്ട് യഥാർത്ഥത്തിൽ തീരുന്ന പക്ഷം നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ കർത്താവ് സത്യമുള്ളവനായിരിക്കും. നമ്മെ സംരക്ഷിക്കുന്ന ഒരു കർത്താവാണ് നമുക്ക് വേണ്ടിയുള്ളത്. അവന്റെ ദൃഷ്ടി നമ്മുടെ മേൽ ഉണ്ടായിരിക്കും. അവനാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അവൻ മറുപടി നൽകുകയും നമ്മുടെ ആവശ്യങ്ങളൊക്കെ തക്ക സമയത്ത് അവൻ നൽകി തരുമെന്നുള്ള ആ ബോധം പൗലോസിന് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് പറയുന്നത്, പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിന്റെ ദാസനാണ്, അതിൽ അഭിമാനം കൊണ്ടിരുന്നു. രണ്ടാമതായിട്ട് ക്രിസ്തുവിനാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ്. മൂന്നാമതായിട്ട് യജമാനനെ സ്നേഹിക്കുവാൻ ഞാൻ വിധേയപ്പെട്ടവനാണ്. നാലാമതായിട്ട് യജമാനനാൽ ഞാൻ സംരക്ഷിക്കപ്പെടുന്നവനാണ്. ഈ ബോധം ഒക്കെയും പൗലോസ് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു ദൈവപൈതലിന്, ഒരു ക്രിസ്ത്യാനിക്ക് ഈ ബോധം ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് ലോകത്തില് ഏതാണ്ട് 230 കോടി ആളുകൾ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു സർവേയിൽ വായിച്ചതില് ഇപ്രകാരമാണ് എനിക്ക് ശ്രദ്ധിക്കാനായിട്ട്, അതിൽ 70% ആളുകളെ കുറിച്ചും പറയുന്നത് ദേ ആർ ക്രിസ്ത്യനൈസ്ഡ് ബട്ട് ദേ നെവർ ഗോട്ട് കൺവേർട്ടഡ്. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്നവരുടെ സംഖ്യ വളരെ കുറവാണ്. നമുക്ക് തന്നെ അറിയാമല്ലോ, ഇന്ത്യയിൽ തന്നെ എത്രയോ ആളുകൾ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ പ്രദേശങ്ങളിൽ എത്രയോ ആളുകൾ, ചില രാജ്യങ്ങൾ തന്നെ ക്രിസ്ത്യൻ കൺട്രീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ ആഫ്രിക്കയിൽ മലാവിയിൽ പോയപ്പോൾ മലാവിയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അവിടെയുള്ളവർ കരുതുന്നത് മലാവി ഒരു ക്രിസ്ത്യൻ കൺട്രി എന്നാണ്. എന്നാൽ അവിടെയുള്ള ആളുകൾ വെറും മന്ത്രവാദത്തിനും പൈശാചിക സേവയിലും ആയിരിക്കും എന്നുള്ള സത്യം ചെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ആരാകുന്നു എന്നുള്ള ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. പൗലോസിന് ആ ബോധം ഉണ്ടായിരുന്നു, ഞാൻ ഒരു ക്രിസ്തുവിന്റെ ദാസനാണ് എന്നുള്ള ബോധം ഉണ്ടായിരുന്നു. ഈ കാര്യം തന്നെ നമുക്കറിയാമല്ലോ, പത്രോസും യാക്കോബും ഒക്കെ പൗലോസും ഒക്കെ എടുത്തെടുത്ത് ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ആ മനോഭാവം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമതായിട്ട് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, 1-ാം വാക്യത്തിൽ തന്നെ ഞാൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാകുന്നു എന്നുള്ള ബോധം തന്റെ ഹൃദയം ഉണ്ടായിരുന്നു. ദൈവജനത്തെ ശുശ്രൂഷിക്കുവാനായിട്ട് താൻ വിധേയപ്പെട്ടവനാണ് എന്നുള്ള ബോധം തനിക്കുണ്ടായിരുന്നു നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഫിലിപ്പിയിൽ ഉള്ള ക്രിസ്തുവേശുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും വേണ്ടി എഴുതുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. താൻ ഒരു ദൈവത്തിന്റെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ട ആ സൂചന അനേക ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിൽ പൗലോസിന്റെ ലേഖനങ്ങളില്ല, ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടവനാണ്, വിളിക്കപ്പെട്ടവനാണ്, നിയോഗിക്കപ്പെട്ടവനാണ്, ഞാൻ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനാണ്, യേശുക്രിസ്തുവിനായി വിശുദ്ധൻ എന്നുള്ള ആ വാക്കിന്റെ ആശയം ക്രിസ്തുവിന്റെ സേവയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവൻ. ലേവ്യ ഗോത്രത്തെ സമാഗമന കൂടാരത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ച പോലെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കൊണ്ട് എക്സ്ക്ലൂസീവായി വേർതിരിക്കപ്പെട്ടവനാണ് ഞാനെന്നുള്ള ബോധം പൗലോസിനുണ്ടായിരുന്നു. ഓരോ ക്രിസ്ത്യാനിക്കും ആ ബോധം ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവൻ യേശുക്രിസ്തുവിന്റെ ദാസൻ മാത്രമല്ല, അവൻ യേശുക്രിസ്തുവിന്റെ സേവയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാകുന്നു എന്നുള്ള ബോധവും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. മൂന്നാമതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ഇപ്രകാരമാണ്. അടുത്ത വാക്യത്തിൽ, നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ദൈവജനത്തെ കുറിച്ചുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു അഭ്യുതകാംക്ഷയായ
ദൈവജനത്തെ കുറിച്ചുള്ള ആ നല്ല ആഗ്രഹങ്ങൾ, നന്മയായിട്ടുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് തന്റെ ഹൃദയം നിറഞ്ഞിരുന്നു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൽ നിന്ന്, പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനമുണ്ട്. അവിടെ കൃപ എന്നുള്ള വാക്കിന്റെ ആശയം, അതായത് വെൽ ബീയിങ്, അതായത് ഹോൾനെസ്, കംപ്ലീറ്റ്നെസ്. ഫ്രാഗ്മെന്റഡ് ആയ ജീവിതശൈലിയോടുകൂടെ നാം ഒക്കെയും ജീവിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആ ഹോൾനെസ്, കംപ്ലീറ്റ്നെസ് കൊണ്ടുവരുവാൻ കൊണ്ണം നമ്മുടെ ദൈവത്തിന് സാധിക്കും. അങ്ങനെ ദൈവം ചെയ്യുമാറാകട്ടെ എന്നുള്ള ആഗ്രഹത്തോടുകൂടി അവരെ ആശംസിക്കുന്ന ഒരു ദൈവത്തിന്റെ ദാസനെയാണ് നമുക്കിവിടെ പൗലോസിൽ കാണുക. ആ ബോധം പൗലോസിനുണ്ടായിരുന്നു. അവർ നല്ല അഭ്യുതകാംക്ഷ, ദൈവമക്കളെ കുറിച്ചുള്ള നല്ല ചിന്ത കൊണ്ട് ഹൃദയം നിറഞ്ഞിരിക്കുന്ന അനുഭവം എത്ര ശ്രേഷ്ഠമാകുന്നു എന്ന് ഞാനൊന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പൗലോസിന് ആ ദൈവത്തിന്റെ സമാധാനം, ഷലോം, അതായത് ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള, സെപ്പറേറ്റഡ് ആയിട്ടുള്ള ജീവിതത്തിൽ നിന്ന് ദൈവത്തോടുള്ള അഭേദ്യമായ ബന്ധത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ കൊണ്ണം ദൈവത്തിന്റെ സമാധാനം, സകല ബുദ്ധിയും കവിയുന്ന സമാധാനം, ദൈവത്തോടുള്ള സമാധാനവും ദൈവത്തിന്റെ സമാധാനവും, അതായത് സമാധാനത്തിന്റെ ദൈവവും നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുവാൻ കൊണ്ണം ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകട്ടെ. അതിനാധാരമായിരിക്കും ദൈവത്തിന്റെ കൃപയാകുന്നു. ആ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ അൺഡിസേർവിങ് ഫേവർ, അങ്ങനെയുള്ള അനർഹമായ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും അതായി തീരട്ടെ എന്ന് ആശംസിക്കുന്ന ഒരു ധന്യനായ ഭക്തനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ അനുകരണയോഗ്യമായ ഒരു സ്വഭാവമായിട്ടാണ് അത് ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നുള്ളത് പൗലോസിന്റെ പ്രാർത്ഥനയാണ്. പൗലോസ് ഇവിടെ പറയുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ ദാസനാണ്, അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ വേർതിരിക്കപ്പെട്ടവനാണ്. മറ്റുള്ള വിശുദ്ധന്മാരെ ആദരിച്ചും അംഗീകരിച്ചും ജീവിപ്പാനായിട്ട് ഞാൻ ഉത്സുകനാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത്, അതായത് ഞാൻ ദൈവമക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അവരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അവരെ കുറിച്ച് വളരെ ഒരു അഭ്യുതകാംക്ഷിയായിട്ട്, നന്മ മാത്രം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഹൃദയമുള്ളവനാണെന്ന് ഇവിടെ പൗലോസിന് പറയുവാനായിട്ട് സാധിച്ചു. മൂന്നാമതായി പിന്നെ തുടർന്ന് ഉള്ളത് പൗലോസിന്റെ പ്രാർത്ഥനയാണ്. ഇവിടെ എന്താണ് പൗലോസ് പറയുന്നത്? ദൈവജനത്തിന്റെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന എന്ന ഒരു വ്യക്തിയാണ്. അത് തന്റെ മറ്റൊരു ഐഡന്റിറ്റിയാണ്. അതായത് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥന എന്ന് പറയുന്നത്, നമുക്ക് ധാരാളം മീറ്റിങ്ങുകളുണ്ട്, കൺവെൻഷനുകളുണ്ട്, സെമിനാറുകളുണ്ട്, ഒത്തിരി, യു നെയിം ഇറ്റ്. അതായത് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മുടെ ഇടയിൽ തന്നെയുള്ളത്. എന്നാൽ പ്രാർത്ഥനാ യോഗത്തിന് അറ്റൻഡ് ചെയ്യുന്നവരുടെ സംഖ്യയോ വളരെ ചുരുക്കമാണ്. അതായത് പ്രാർത്ഥനയുടെ കാര്യത്തിൽ നമ്മളെല്ലാവരും വളരെ പിൻപിലാണ്. എന്നാൽ നമുക്കറിയാമോ, പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും വിജയത്തിന്റെ രഹസ്യം എന്നുള്ളത്. പലരും അത് മനസ്സിലാകുന്നു. ഞാൻ ഇന്നലെ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പം, അതായത് ചാൾസ് സ്പർജന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വായിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ച ഒരു കാര്യം, അദ്ദേഹത്തിന് ലണ്ടനിലെ മെട്രോപൊളിറ്റൻ ടാബർനാക്കിളില് ആയിരക്കണക്കിന് ആളുകളാണ് രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ക്രിസ്ത്യൻ ലീഡർ വന്ന് ഇതിന്റെ രഹസ്യം എന്താണ് എന്ന് തന്നോട് ചോദിച്ചു. അപ്പോൾ താൻ ടാബർനാക്കിൾ ആ ചർച്ചിന്റെ ബേസ്മെന്റിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഒരു കൂട്ടം വിശ്വാസികൾ അവർ മുട്ടിന്മേൽ നിന്ന് തന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി, ആത്മാക്കൾ രക്ഷയ്ക്ക് വേണ്ടിയും ആ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കാഴ്ച കാണാനിടയായി. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചാൾസ് സ്പർജൻ പറഞ്ഞു, എന്റെ ശുശ്രൂഷകളുടെ രഹസ്യം മറ്റൊന്നുമല്ല, ഈ പാവപ്പെട്ട ദൈവമക്കൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശുശ്രൂഷ കൊണ്ട് സാധിക്കേണ്ടത് അതാണ്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ, നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. അധികം കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. പക്ഷേ അതിന്റെ പിൻപിൽ പ്രാർത്ഥനയുടെ പിൻബലം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ശുശ്രൂഷകൾ, ഞാൻ എഴുതിയ പുസ്തകങ്ങളൊക്കെ പല വെബ്സൈറ്റുകളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പല പുസ്തകങ്ങളിൽ ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഞങ്ങൾ എഴുതിയ കറസ്പോണ്ടൻസ് കോഴ്സിന്റെ ഫലമായിട്ട് 2 ലക്ഷത്തിലധികം ആളുകളാണ് അത് പഠിച്ചിട്ടുള്ളത്.
ഈ പ്രവർത്തനങ്ങളുടെ ഒക്കെയും രഹസ്യം എന്താണെന്ന്, ഇത്രയും ആളുകളെ എങ്ങനെ എത്തിക്കുവാനായിട്ട്, സുവിശേഷം എത്തിക്കുവാനായിട്ട് സാധിച്ചു? നിത്യത മാത്രം വെളിപ്പെടുത്തുവാൻ പോകുന്ന കാര്യമാണ്. ഇതിന്റെയൊക്കെ ഫലമായിട്ട് എത്ര ആളുകൾ രക്ഷയുടെ അനുഭവത്തിലേക്കുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. എന്നാൽ അതിന്റെ പിൻപിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന നമുക്കൊക്കെ അങ്ങനെ സാക്ഷിക്കുവാനായിട്ട് കഴിയും. പ്രാർത്ഥനയുടെ പിൻബലം നമ്മുടെ ശുശ്രൂഷകൾക്ക് വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. പൗലോസ് പറയുന്ന കാര്യം, ഞാൻ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിന്റെ 3-ാം വാക്ക്, നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെയും ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എത്ര ശ്ലാഘനീയമായ, എത്ര ഉത്കൃഷ്ടമായ ഒരു ആശയമാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെയും. ഒരാളെ കുറിച്ച് നെഗറ്റീവായിട്ട് നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നത്? ഒരിക്കലും സാധ്യമല്ല. ഒരു വ്യക്തിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവന്റെ സാഹചര്യങ്ങളും ആവശ്യങ്ങളും അതുപോലെ തന്നെ അവൻ നേരിടുന്ന സമ്മർദ്ദങ്ങളും അതിനെക്കുറിച്ചൊക്കെ നാം ബോധവാന്മാരായി തീരുമ്പോൾ ആ മനുഷ്യന് വേണ്ടി, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു നിർബന്ധം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നൽകും. അതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കണ്ടത്. ഇവിടെ പൗലോസ് പറയും, ഞാൻ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെയും, കാഷ്വലായിട്ട് വല്ലപ്പോഴും ഒന്നൊന്നല്ല, ഞാൻ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സന്ദർഭത്തിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്ങനെ പ്രാർത്ഥിക്കുന്നു? നിങ്ങളെക്കുറിച്ച് ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കേണ്ട ഒരു പ്രത്യേകം. പൗലോസിന്റെ ഐഡന്റിറ്റി അങ്ങനെയുള്ള ഒരു ഐഡന്റിറ്റിയാണ്. അതായത് അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരനുഭവം. രണ്ടാമതായിട്ട്, എന്റെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സന്തോഷത്തോടെ സെലക്റ്റീവ് അല്ല, എല്ലാ പ്രാർത്ഥനയിലും, എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത് എല്ലാ പ്രാർത്ഥന, ഓൾ പ്രേയേഴ്സ്. നമ്മുടെ പ്രാർത്ഥനയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ആക്ട്സ് എന്നൊരു പ്രയോഗമുണ്ട്, എന്ന് പറയാം അഡോറേഷൻ, കൺഫെഷൻ, താങ്ക്സ് ഗിവിങ് ആൻഡ് സപ്ലിക്കേഷൻ. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം. എല്ലാ പ്രാർത്ഥനയിലും, എന്റെ എല്ലാ പ്രാർത്ഥനയിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സന്തോഷത്തോടെ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. ആ അനുഭവം ഉണ്ടോ? പൗലോസിന്റെ ജീവിതത്തിൽ തനിക്കത് പറയാനായിട്ട്, തന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് പറയും, ഞാനൊരു പ്രാർത്ഥനാ മനുഷ്യനാണ്. ഇത്രയും തിരക്കേറിയ ജീവിതത്തിന്റെ മധ്യത്തിൽ എങ്ങനെ തനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചു? എന്തുമാത്രം ശുശ്രൂഷകളാണ് താൻ ചെയ്തുകൊണ്ടിരുന്നാൽ പ്രാർത്ഥന എന്നുള്ള തന്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു കാര്യം. നമ്മുടെ കർത്താവിന്റെ ശുശ്രൂഷകളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അറിയാം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ കർത്താവിന്റെ 10-ലധികം പ്രാർത്ഥനകളെ കുറിച്ച് നമുക്ക് സൂചന ലഭിക്കുന്നുണ്ട്. ആ തിരക്കേറിയ ജീവിതത്തിന്റെ മധ്യത്തിലും പിതാവുമായിട്ടുള്ള സഹിത്വം, പിതാവിനോടുള്ള കൂട്ടായ്മ, പിതാവുമായിട്ടുള്ള ആ ബന്ധം നിലനിർത്തേണ്ടതിന് വേണ്ടി നമ്മുടെ കർത്താവിന് ആവശ്യമുണ്ടായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിന്റെ ആവശ്യം എത്ര വളരെയാകുന്നു എന്ന് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യ ദിവസം മുതൽ ഇന്ന് വരെയും സുവിശേഷത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് വെരി പ്രാക്ടിക്കലായിട്ട്, ടാഞ്ചബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രാക്ടിക്കലായിട്ടുള്ള അനുഭവമാണ് തനിക്കിവിടെ പറയാം. നിങ്ങൾ മാത്രമേ എന്റെ ഈ ശുശ്രൂഷയുടെ ആരംഭം മുതൽ അവസാനം വരെ എന്നോടുകൂടി ഉണ്ടായിരുന്നുള്ളൂ എന്ന് 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അത് ആ ആശയം തന്നെ. നിങ്ങളുടെ, അതായത് ആദ്യ ദിവസം മുതൽ ഇന്ന് വരെ ഈ ഫിലിപ്പിയിലെ സഭ ജാതികളുടെ ഒരു സഭയായിരുന്നു. അത്ര വലിയ സമ്പന്നമായ ഒരു സഭയൊന്നും ആയിരുന്നില്ല. എന്നാൽ ആ സഭയുടെ സുവിശേഷ വേലയുള്ള ബന്ധത്തിൽ വലിയൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്ന. അതുപോലെ തന്നെ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന മറ്റൊരു കാര്യം, നിങ്ങളിൽ സൽപ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാൾ വരെ അത് തികയ്ക്കും, അത് തുടർന്ന് പൂർണ്ണമാക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. വലിയ ആത്മധൈര്യമാണ്, കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുണ്ടോ? പൗലോസിന്റെ ജീവിതത്തിന്റെ ഒരു ഐഡന്റിറ്റി അതായിരുന്നു. വളരെ കോൺഫിഡന്റ്. നിങ്ങളുടെ നല്ല പ്രവൃത്തി. എന്താ ഈ നല്ല പ്രവൃത്തി? നല്ല പ്രവൃത്തിയെ കുറിച്ചാണ് പിൻപുള്ള വാക്യത്തിൽ പറയുന്നത്. എന്റെ ശുശ്രൂഷയുടെ ആരംഭം മുതൽ ഇതുവരെയും നിങ്ങൾ എന്നെ സഹായിച്ചു. ആ സഹായം തുടരും. അത് പൂർണ്ണമായി തീരുവാൻ തക്കണം ദൈവം നിങ്ങളെ പ്രാപ്തിപ്പെടുത്തുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ള സത്യമാണ് ഇവിടെ പൗലോസ് പറയുന്നത്. പലപ്പോഴും ഇത് രക്ഷയുള്ള ബന്ധത്തിലൊക്കെ ഈ വാക്യം ധാരാളം ആളുകൾ കോട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്.
അത് അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. എന്നാൽ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മിൽ ചില നല്ല പ്രവൃത്തികളൊക്കെ ദൈവം ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രേരണയും നിർബന്ധവും ഭാരവും സന്തോഷമൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അത് തുടർന്ന് അതിന്റെ പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഗുണം നമ്മുടെ ദൈവത്തിന് സാധിക്കുമെന്നുള്ള ഉറപ്പ്, ആ ആത്മധൈര്യം തനിക്കുണ്ടായിരുന്ന ആത്മധൈര്യത്തോടുകൂടെ താൻ ഇവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, നിങ്ങളുടെ അടുത്ത വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. അതായത്, കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എന്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എന്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എല്ലാവരെ കുറിച്ചും ഇങ്ങനെ വിചാരിക്കുന്നത് എനിക്ക് ന്യായമാണല്ലോ. ന്യായയുക്തമായ ഒരു പ്രാർത്ഥന, റീസണബിൾ ആയ ഒരു കാര്യമായിട്ടാണ് ഇതിനെക്കുറിച്ച് പൗലോസ് കാണുന്നത്. നിങ്ങൾ സുവിശേഷത്തിന്റെ പ്രതിവാദത്തിലും അതിന്റെ സ്ഥിരീകരണത്തിലും എനിക്ക് പങ്കാളികളായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ സാധിക്കുന്നതല്ല. ആ ബോധം തന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. രൂഢമൂലമായ വളരെ ആഴമായ ഒരു ബോധം തന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. 8ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ പ്രാർത്ഥനയുടെ മറ്റൊരു കാര്യം കാണുവാനായിട്ട്, ക്രിസ്തുയേശുവിന്റെ ആദരതയോടെ നിങ്ങൾ എല്ലാവരെയും കാണുവാൻ എത്രയധികം വാഞ്ചിക്കുന്നു എന്നതിന് ദൈവമാണ് എനിക്ക് സഹായിക്കും. ഞാൻ നിങ്ങളെ കാണാനുള്ള ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിലെ ആശയം അതാണ്. എത്രയും വേഗം നിങ്ങളെയൊക്കെ കാണണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി താൻ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത വാക്യത്തിലേക്ക് 10ാം വാക്യത്തിലേക്ക് കാണുമ്പോൾ ഇങ്ങനെ നാം വായിക്കുന്നു, ഇങ്ങനെ ഉത്തമമായ ഒരു നിങ്ങളുടെ വിവേചനമെല്ലാം വർദ്ധിച്ചു വരേണ്ടതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്മ തിന്മകളെ വിവേചിക്കുവാനായിട്ടുള്ള പ്രാപ്തി നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നിവിടെ കാണുവാനായിട്ട്. ഇതെങ്ങനെ സാധിക്കും? ദൈവജന പരിജ്ഞാനത്തിൽ കൂടി മാത്രമേ ഈ കഴിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. എബ്രായ ലേഖനം 5ാം അധ്യായത്തിലെ കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത്. നിങ്ങൾ വർഷം 10-30 കഴിഞ്ഞു എങ്കിൽ ഇപ്പോഴും നിങ്ങൾ ശിശുക്കൾ തന്നെയാണ്. നിങ്ങൾ പാല് പിടിക്കുന്ന അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. ഇന്ന് പാല് പിടിക്കുന്ന പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ ഫീഡ് ചെയ്യുന്ന അനുഭവം. ദൈവത്തിന്റെ വചനം വായിച്ച് നാം കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നതിന് പകരം മറ്റുള്ളവരിൽ നിന്ന് പ്രാപിക്കുന്ന അവസ്ഥ വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. അതിന് അതിൻ്റെതാകുന്ന ആസ്വാദ്യത കണ്ടെത്തുവാനായിട്ട് കഴിയുന്നതാണ്. എന്നാൽ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, നിങ്ങൾ പക്വത പ്രാപിച്ച് വിവേചനപരമുള്ളവരായിട്ട് തീരുവാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മാത്രമല്ല, നിങ്ങളുടെ ജീവിതം നീതിഫലം കൊണ്ട് നിറയണം എന്ന് ഉള്ള ആഗ്രഹത്തോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. 11ാം വാക്യത്തിൽ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വരണം. അതിനുവേണ്ടി ഞാൻ 9ാം വാക്യത്തിൽ അത് കാണുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സർവ വിവേകത്തിലും വർദ്ധിച്ചു വരുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ അന്യോന്യം സ്നേഹിക്കുന്നവരായിരുന്നു. ഫിലിപ്പിയിലെ വിശ്വാസികൾ സ്നേഹമുള്ളവരായിരുന്നു. എന്നാൽ അതല്ല ഇവിടെ പറയുന്ന വിഷയം. ആ സ്നേഹം വർദ്ധിച്ചു വരണം. അതായത് ഫിൽ ഇറ്റ് ടു ദ ഡ്രീം എന്നുള്ള ആശയമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് കവിഞ്ഞൊഴുകുന്ന, എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു എന്ന് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു. എന്ന് പറഞ്ഞ പോലെ ആ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. പൗലോസിന്റെ ജീവിതത്തിൽ അതുണ്ടായിരുന്നു. ക്രിസ്തു സ്നേഹവനെ നിർബന്ധിക്കുന്നു എന്ന് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ആ മനോഭാവം നമുക്കുണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവ മഹത്വം ലക്ഷ്യമാക്കി പ്രാർത്ഥിക്കുന്ന ഒരനുഭവം തന്നെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഫലസമൃദ്ധിയുള്ള ജീവിതം, ഫലസമൃദ്ധി. കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് എവിടെയോ ഷെയർ ചെയ്യുവാനായിട്ട് ഇടയായി. എന്താണ് ഈ ഫലസമൃദ്ധി കൊണ്ടുള്ള ആശയം? അതെങ്ങനെ സാധിക്കും? അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, വരും ദിവസങ്ങൾ അതിനുള്ള കൃപ ദൈവം നമുക്ക് ഏവർക്ക് നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇവിടെ നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ളത്, അവസാനമായിട്ടിവിടെ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പൗലോസിന്റെ ഐഡന്റിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ 12ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, തനിക്ക് സംഭവിച്ചതൊക്കെയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് അവരറിയുവാൻ താൻ ആഗ്രഹിച്ച് എഴുതിയ ഒരു ലേഖനമാണ് ഇതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്.
അതിന്റെ 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ താൻ പറയുന്ന ഒരു കാര്യമാണ്, അനുകരണയോഗ്യമായ ഒരു കാര്യം. എന്റെ ജീവിതത്തിൽ ഭവിച്ചതൊക്കെയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായിട്ട് ഭവിച്ചെന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് സുവിശേഷത്തിന്റെ അഭിവൃദ്ധി. മറ്റുള്ള കാര്യങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അവരുടെ ഭാവിയോ, അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഇതൊക്കെ ഉപരിയായിട്ട് എന്റെ ജീവിതം കൊണ്ട് സുവിശേഷത്തിന് എന്ത് അഭിവൃദ്ധി ഉണ്ടായി എന്നുള്ള ആ ബോധം നമുക്ക് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ ഇന്ന് ബന്ധനസ്ഥനാണ്, ഇന്ന് ഞാൻ തടവറയിലാണ്. പക്ഷേ ഈ തടവറയെ ഞാൻ ഒരു ഗോസ്പൽ ഹോളായിട്ട്, ഒരു സുവിശേഷത്തിന്റെ കേന്ദ്രമാക്കി തീർത്തു എന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. മാത്രമല്ല, എന്റെ ബന്ധനങ്ങൾ നിമിത്തം ഇന്ന് അതായത് കൊട്ടാരത്തിൽ പോലും ആളുകൾ കർത്താവിനെ അറിയുവാനായിട്ട് അത് കാരണമായി ഭവിച്ചു എന്ന് പൗലോസ് ഇവിടെ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. മറ്റൊരു കാര്യം എന്റെ ശ്രദ്ധയിലേക്ക് കടന്നു വന്നത്, എനിക്ക് ഭവിച്ചതൊക്കെയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധി കാരണമായിട്ട്. എത്ര വർഷം പൗലോസ് കാരാഗ്രഹവാസിയായിരുന്നു, ചിന്തിച്ചിട്ടുണ്ടോ? പൗലോസിന്റെ ജീവിതത്തിൽ ഏതാണ്ട് 30-35 വർഷങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കാൻ പൗലോസിന് ഭാഗ്യം ലഭിച്ചു. അതിൽ 6 ദീർഘവർഷങ്ങൾ താൻ കാരാഗ്രഹത്തിൽ വസിച്ചവനാണ്. നമ്മൾ അറിയുന്ന പോലെ സിസറിയ അതിൽ 2 വർഷം താൻ കാരാഗ്രഹത്തിൽ വസിക്കേണ്ടത്. എന്നാൽ ആ വർഷങ്ങളും ഫലകരമായ വർഷങ്ങളായിരുന്നു. ഫെസ്തോസ്, ഫെലിക്സ്, അഗ്രിപ്പ തുടങ്ങിയിട്ടുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ, അവരുടെ മുമ്പിൽ ലജ്ജയില്ലാതെ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിപ്പാൻ കൊണ്ട് തനിക്ക് സാധിച്ചു. റോമിലേക്ക് താൻ കടന്നു വന്നു. അവിടെയും ഇരുന്നുകൊണ്ടാണ് ഗഹനമായ ലേഖനങ്ങൾ, അതായത് ഫിലിപ്പി ലേഖനം, എഫേസ് ലേഖനം, കൊലോസ് ലേഖനം, ഫിലോമോന്റെ ലേഖനം, ഇതൊക്കെ എഴുതുവാൻ തനിക്ക് സാധിച്ചു. അനേകരോട് അവിടെ തന്നെ ബന്ധിച്ചിരുന്ന ആ പടയാളികളോട് കർത്താവിന്റെ സുവിശേഷം, അതിനെക്കുറിച്ച് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചു, ഏതാണ്ട് 10,000-ലധികം ആളുകൾ അങ്ങനെ സുവിശേഷം കേൾക്കാനിടയായെന്നാണ്. അങ്ങനെയാണ് കൊട്ടാരത്തിലും, അതായത് സീസറിന്റെ കൊട്ടാരത്തിൽ പോലും സുവിശേഷം എത്തുവാൻ ഇടയായതെന്ന് എനിക്ക് വായിക്കുവാനായിട്ട് സാധിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ ബന്ധനം മറ്റുള്ളവർക്ക് ധൈര്യം പകരുന്നതായിരുന്നു. തന്റെ മറ്റൊരു ഐഡന്റിറ്റിയാണ്. ഞാനിങ്ങനെ സുവിശേഷത്തിന്റെ ബന്ധനസ്ഥനായി ഈ തടവിലായിരിക്കുന്നെങ്കിലും സുവിശേഷത്തിന് ബന്ധനമില്ല. സുവിശേഷം പിന്നെയും പടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ട ആളുകൾ ഒരു സമയത്ത് അവർ ഭീരുക്കളായിരുന്നു. അവർ ധൈര്യം കൊണ്ട് സുവിശേഷം ഘോഷിക്കുവാനായിട്ട് സാധിക്കും. ചിലർ അസൂയ കൊണ്ടും ഒക്കെ സുവിശേഷം ഘോഷിച്ചു. പക്ഷേ പൗലോസ് പറയുന്നത് അതെനിക്കൊരു പ്രോബ്ലം അല്ല. സുവിശേഷം ഏത് വിധേയനെയും ലോകം അറിയണം, അതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണ് പൗലോസ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. നമ്മുടെ സുവിശേഷത്തോടുള്ള മനോഭാവം എന്താണ്? പൗലോസ് പറയാണ്, ഞാൻ ക്രിസ്തുവിന്റെ ദാസനാണ്, ഞാൻ ക്രിസ്തുവിന്റെ ആയിട്ട് വേർതിരിക്കപ്പെട്ട അഭിഷിക്തനാണ്. അതുപോലെ തന്നെ ഞാൻ ക്രിസ്തുവിന്റെ ദാസന്മാരെ കുറിച്ച് അഭ്യുതകാംക്ഷിയാണ്. മാത്രമല്ല, നമുക്ക് കാണുവാനായിട്ട് ഞാൻ യജമാനന്റെ സേവയ്ക്കായിട്ട് വിധേയപ്പെട്ടവനാണ്, യജമാനന്റെ സംരക്ഷണം ഞാൻ അനുഭവിക്കുന്നവനാണ്. മാത്രമല്ല, ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് സർവജനത്തിന്റെ അഭ്യുതകാംക്ഷിയായിട്ട്, ദൈവജനത്തിന്റെ അഭ്യുതകാംക്ഷിയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നവനാണ്, ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ്. ഒരു കാഷ്വൽ പ്രാർത്ഥനയൊന്നും അല്ലത്, ആത്മഭാരത്തോടുകൂടെ പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയിൽ ജാഗരിക്കുന്ന അനുഭവം പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായിട്ട് തീർന്നു. എന്റെ വാക്കുകളെ ഞാനിവിടെ ഈ സുവിശേഷത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? ഏത് വിധേയനെയെങ്കിലും മറ്റുള്ള സുവിശേഷം കേൾക്കണം. അതിന്റെ ഫലമായിട്ട് ചില ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടവർ കർത്താവിന്റെ കൃപയിലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും വർദ്ധിച്ചു വരണം. അതിനെക്കുറിച്ച് സ്പർജൻ പറഞ്ഞിരിക്കുന്നത്, ഈ സുവിശേഷത്തെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് പാപികൾക്ക് ആവശ്യമുള്ളതും ആത്മാക്കൾക്ക്, രക്ഷിക്കപ്പെട്ടവർക്ക് ആവേശം നൽകുന്നതുമായ ദിവ്യ സന്ദേശമാണ്. ആ വാക്ക് ഞാൻ ഉച്ചരിക്കട്ടെ. പാപികൾക്ക് ആവശ്യമുള്ളതും രക്ഷിക്കപ്പെട്ടവർക്ക് ആവേശം നൽകുന്നതുമായ സുവിശേഷമാകുന്നു. അത് അറിയിക്കുന്നതിൽ താൻ അഹോരാർത്ഥം ബിസിയായിരുന്നു എന്നുള്ള സത്യം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ സുവിശേഷം എന്നെയും നിങ്ങളെയുമാണ് ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും സുവിശേഷം പ്രഘോഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മാർട്ടിൻ ലോയ്ഡ് ജോൺസ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ ലോകം കണ്ടിട്ടുള്ളതിലേക്ക് വലിയൊരു ഭക്തനായിരുന്നു, പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്:
ഞാൻ പറഞ്ഞ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. അത് ഇപ്രകാരമാണ്: എവറി ടൈം ഐ ഹിയർ ഗോസ്പൽ ഈസ് ബീങ് പ്രീച്ച്ഡ്, ഐ ഫീൽ ലൈക്ക് ടു ബി ബോൺ അഗെയിൻ. മാർട്ടിൻ ലോയ്ഡ് ജോൺസ്. മാർട്ടിൻ ലൂതർ പറഞ്ഞ്, ഐ പ്രീച്ച് ദ ഗോസ്പൽ ടു മീ എവറി ഡേ. രക്ഷിക്കപ്പെട്ടവർക്ക് ആവശ്യമുള്ള സന്ദേശമാണ്. അതുപോലെ തന്നെ രക്ഷിക്കപ്പെടാത്തവർക്ക് ആവശ്യമുള്ള സന്ദേശവും രക്ഷിക്കപ്പെട്ടവർക്ക് ആവേശം നൽകുന്ന സന്ദേശമാണ്. എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. C.T. സ്റ്റഡ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു: only one life that soon be past, and what you done for Christ that will last. നമ്മുടെ ജീവിതം അങ്ങനെയായി തീരുവാൻ സഹായിക്കട്ടെ. ക്രിസ്ത്യാനിറ്റി ഇന്നൊരു ക്രൈസിസിൽ കൂടി കടന്നു പോവുകയാണ്. അതിന്റെ മധ്യത്തിൽ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന ജീവിതം നയിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും ഒരുപോലെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം നൽകിയ സന്തോഷത്തോടും പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് നാം ഇന്ന് പ്രിയ T.K. എബ്രഹാം അച്ചായനിൽ നിന്ന് കേൾക്കുവാൻ ദൈവം ഇടവരുത്തിയത്. പൗലോസിന്റെ സ്വഭാവത്തിന്റെ വിശേഷതകളാണ് നാം ഇന്ന് കൂടുതലായിട്ട് കേട്ടത്. ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവർ ആരെന്ന് നമ്മളിൽ കൂടി മറ്റുള്ളവർ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യം താൻ ഊന്നിപ്പറയുകയുണ്ടായി. പൗലോസിന്റെ ജീവിതത്തിൽ നടന്ന അനേക കാര്യങ്ങളാണ് നാം കേട്ടത്. പ്രാർത്ഥനാ ജീവിതം നമുക്ക് ആവശ്യമാണ്. സ്തോത്രത്തോടുകൂടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. സ്നേഹത്തോടു കൂടിയാണ് അത് നാം പ്രാർത്ഥിക്കേണ്ടത്. മാത്രമല്ല, അവസാനമായിട്ട് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായി ജീവിക്കണം. അതാണ് ഇക്കാലത്തൊരു വെല്ലുവിളിയായിട്ട് തന്നെ ഉള്ളത്. മറ്റുള്ളവർ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും പറയും. അവിടെ ചെന്നാൽ സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അടിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ളത്. നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് പ്രിയ അച്ചായൻ പറഞ്ഞതുപോലെ ദൈവവേല ഒരു ആവേശമാണ്. നാം അനുഭവിക്കുന്ന സന്തോഷം, സമാധാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കാതെ മറ്റുള്ളവർക്കും ഈ ഒരു കാര്യം പകർന്നു കൊടുക്കുവാൻ തക്കണം നമുക്ക് ധൈര്യം ആവശ്യമാണ്. സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്കായി നാം എല്ലാവരും തന്നെ ജീവിക്കുവാണെങ്കിൽ ധാരാളം ആളുകൾ ദൈവത്തിന്റെ വചനം കേൾക്കുവാനും അവരും നമ്മളെപ്പോലെ തന്നെ ഒരു ആത്മീയ സന്തോഷം അനുഭവിക്കുന്നവരായിട്ട് തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആശയമാണ്. ഇക്കാലത്ത് വേണ്ടിയ ഒരു ആലോചനയാണ് പ്രിയ കർത്തൃദാസനും നമുക്കിന്ന് കേൾക്കുവാൻ ദൈവം ഇടവരുത്തിയത്. പ്രിയ കർത്തൃദാസനെ ധാരാളം അനുഗ്രഹിക്കട്ടെ. പല പ്രാവശ്യം ഈ കാൽവരിനാഥ മിനിസ്ട്രിയുടെ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ, പല അഡ്വൈസും നമുക്ക് തരുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ചു. അതുപോലെ തന്നെ ഇന്നും സഹായിച്ചു. കാൽവരിനാഥ മിനിസ്ട്രിയുടെ നന്ദി പ്രത്യേകിച്ച് T.K. എബ്രഹാം അച്ചാനെ ഞങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 ഗാനങ്ങൾ പാടുവാൻ തക്കോണം പ്രിയ സഹോദരൻ ഷിബു ജോസിനെ ദൈവം എന്നെടുത്ത് ഉപയോഗിച്ചതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ഇന്നത്തെ മീറ്റിംഗിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവർക്ക് സന്തോഷത്തോടുകൂടി ഈ ഒരു പ്രോഗ്രാമിൽ കടന്നു വരുവാൻ തക്കോണം അനുകൂലമായ സാഹചര്യം ദൈവം തന്നു. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവമെങ്കിൽ അടുത്ത ആഴ്ചയും ഈ ഒരു പ്രോഗ്രാം ഇതുപോലെ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ ഒരു കാൽവരിനാഥ മിനിസ്ട്രിയെ ഓർത്ത് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രിയ സന്തോഷ് സഹോദരൻ വളരെയധികം തിരക്കുള്ള ഒരു ദിവസമാണ്. ഏവർക്കും അറിയാവുന്ന പോലെ പ്രിയ മാതാവിന്റെ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് അനേക ബന്ധപ്പാടുകളുടെ ഇടയിലാണ് താൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന. കുടുംബത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. അതിനായിട്ട് നമ്മുടെ തലകളെ നമുക്ക് വേണം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല നേരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു ശനിയാഴ്ചയും കർത്താവെ ഞങ്ങൾക്ക് ഈ സൂം മീറ്റിംഗിൽ കൂടി കടന്നു വരുവാൻ തക്കോണം ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ
അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ ഇടവരുത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനുള്ള സാഹചര്യങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം എത്ര നല്ലവൻ, എത്ര മതിയാവനെന്ന് കർത്താവെ ഞങ്ങൾക്കത് മനസ്സിലാക്കുവാൻ തക്കണം ഇന്നും ഇടവരുത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവസാനമായിട്ട് കേട്ടതുപോലെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ ദൈവമേ അധ്വാനിക്കേണ്ടത് ആവശ്യമാണ്. ഓരോ വിശ്വാസികളുടെയും ജീവിതത്തിൽ അതെപ്പോഴും ചിന്തിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ കർത്താവിനായിട്ട് ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകം ഞങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പല നിയമങ്ങളും കാര്യങ്ങളും കാണിച്ച് കർത്താവെ ഞങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അതിനൊന്നും ഭയപ്പെട്ടു പോവാതെ പൗലോസിനെ പോലെ ധൈര്യമുള്ളവനായിട്ട് ആ ജയിലിൽ കിടന്നെന്ന് പറഞ്ഞാലും ആ ജയിൽ തന്നെ ദൈവമേ ഒരു സുവിശേഷം കേൾക്കുന്ന ഒരു കാര്യമായിട്ട് ദൈവം നീ അവിടെ ആക്കിയ കാര്യങ്ങൾ ഞങ്ങൾ ഇന്ന് കേട്ട് കർത്താവെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ധൈര്യം തരുന്നതാണ്, ഞങ്ങൾക്ക് പ്രത്യാശ തരുന്നതാണ്. അതിനായിട്ട് നീയോട് സ്തോത്രം. അങ്ങയുടെ ദാസൻ കർത്താവ് ഇന്ന് ഇവിടെ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ തരുവാൻ തക്കവണ്ണം തീർച്ചയായിട്ടും ദൈവത്തിന് കർത്താവ് ഇന്ന് ചിന്തിക്കുവാനുള്ള നല്ല കർത്താവെ ആലോചന തന്നതിനായിട്ട് നീയോട് സ്തോത്രമാണ്. ദാസനെ അനുഗ്രഹിക്കണം. ആവശ്യം എല്ലാ കൃപകളും കർത്താവിനെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ 2 ഗാനങ്ങൾ പാടുവാൻ തക്കണം പ്രിയ സഹോദരൻ ദൈവമേ ശുഭനെയും ദൈവം എടുത്ത് ഉപയോഗിച്ചു. അതിനായിട്ട് നിങ്ങളുടെ സ്തോത്രം ധാരാളമായിട്ട് ദൈവത്തിന് വേണ്ടി പാടുവാൻ ഇടദാസനെ എടുത്ത് ഉപയോഗിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ബദ്ധപ്പാടുകളുടെ ഇടയിൽ കർത്താവ് അനേക പ്രിയപ്പെട്ടവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇന്ന് കടന്നു വന്ന് ഈ വചനം കേൾക്കുവാൻ തക്കണമെന്ന് ഇടവരുത്തിനായിട്ട് നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. സന്തോഷമായത്തിനെ കുടുംബത്തെ ഓർക്കുന്നു, അവരുടെ ആവശ്യങ്ങളെ ഓർക്കുന്നു. കർത്താവ് ഇത്രത്തോളം കരുണ കാണിക്കുന്നതിനായിട്ട് നിങ്ങളുടെ സ്തോത്രം. തൽക്കാലം ഞങ്ങൾ പിരിയുന്നെങ്കിലും പിരിയാത്തൊരു നല്ല ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടായതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു, സ്വർഗീയ പിതാവേ, ആമേൻ.